ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും രാഖീസ് വണ്ടർലാൻഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സദ്യക്കൊക്കെ വിളമ്പുന്ന ഇഞ്ചി തൈര് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു നാടൻ റെസിപ്പിയാണ്, അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. ഇത് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വരണം. ഇഞ്ചി തൈര് പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ചിലര് ഇതുപോലെ തന്നെ ഇഞ്ചി അരിഞ്ഞിട്ട് ഇങ്ങനെ വഴറ്റാതെ ഡയറക്റ്റ് ആയിട്ട് തന്നെ തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ ഇന്നിവിടെ ഇഞ്ചി ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് തൈരിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സദ്യ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചി ചെറുതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് മതിയാകും. ഇനി നമുക്കിത് എടുത്തു വെച്ചിരിക്കുന്ന തൈരിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച ഇഞ്ചി നമ്മൾ ഇതാ തൈരിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ 1/2 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഈ റെസിപ്പിയൊക്കെ കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇഞ്ചി തൈരിലേക്ക് കടുക് താളിച്ച് ചേർക്കാനുണ്ട്. സോ അതിനായിട്ട് ആ ഇഞ്ചി ഫ്രൈ ചെയ്ത അതേ പാത്രത്തിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വറ്റൽമുളക് ചെറുതായിട്ട് പൊട്ടിച്ചിട്ടതും കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇനി ഇതും നമുക്ക് നമ്മുടെ ഇഞ്ചി തൈരിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നല്ല സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഇഞ്ചി തൈര് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റെസിപ്പീസ് കാണുവാനായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.